കൊച്ചിയിൽ മിനു മുനീറിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെയാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്ത് വിവരമാണ് നൽകാൻ കഴിയുന്നത്? സിദ്ദിഖ് കോടതിയെ സമീപിച്ചിട്ടുണ്ടോ മുൻകൂർ ജാമ്യത്തിന്? ഉണ്ട് മഞ്ജുഷ്. കാരണം കോടതിയിൽ നിയമോപദേശം തേടിയിട്ടുണ്ട് സിദ്ദിഖ്. അത് നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകനും മുതിർന്ന ഹൈക്കോടതി അഭിഭാഷകനും കൂടിയായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് നിയമോപദേശത്തിന് സിദ്ദിഖ് സമീപിച്ചിട്ടുള്ളത്. സിദ്ദിഖിനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്ത് 376 വകുപ്പ് ചുമത്തിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ബലാത്സംഗത്തിനെതിരെയുള്ള കുറ്റമാണ് ഇത്. ജാമ്യമില്ലാ വകുപ്പാണ്. അതിനുശേഷം മാത്രമേ ആന്റിസിപ്പേറ്ററി ബെയിലുമായിട്ട് മൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ എന്നുള്ള ഒരു വിവരമാണ് നിയമോപദേശകരുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത്. എന്തായാലും സിദ്ദിഖ് അഡ്വക്കേറ്റ് രാമൻപിള്ളയുമായി നിയമോപദേശത്തിനുള്ള ചർച്ച നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രം മറ്റൊരു നടൻ ബാബുരാജാണ്. ബാബുരാജും ഇതുപോലെ നിയമോപദേശം തേടിയിട്ടുണ്ട്. ബാബുരാജിനെതിരെയുള്ള മൊഴിയെടുത്ത് അല്ലെങ്കിൽ അതിന്റെ കേസുമായുള്ള നീക്കങ്ങൾ നടക്കുന്നതേയുള്ളൂ. ബാബുരാജിനെതിരെ ബലാത്സംഗ കുറ്റം തന്നെയാണ് ചുമത്താനുള്ള സാധ്യതയുള്ളതെങ്കിൽ പോലും അതിൽ വ്യക്തത വരാത്തതിനാൽ അക്കാര്യത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ടെങ്കിൽ പോലും 376 വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത് എന്ന കാര്യം ഇതുവരെയും വ്യക്തമായിട്ടില്ല. പിന്നീട് മുകേഷിനെതിരെയും അതുപോലെ അലൻസിയറിനെതിരെയുമുള്ള പരാതി നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരൊക്കെയും നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇടവേള ബാബു, മുകേഷ്, അലൻസിയർ, സിദ്ദിഖ്, ബാബുരാജ് തുടങ്ങിയ ആളുകളാണ് മുതിർന്ന അഭിഭാഷകരുമായി, ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി നിയമോപദേശം തേടിയിട്ടുള്ളത്. മുൻകൂർ ജാമ്യം തേടി തന്നെയാണ് നിയമോപദേശം തേടിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ജുഷ്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വലിയ ഡെവലപ്മെന്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 16 പരാതികളാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ 18 പരാതികൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് 4 ഓഫീസർമാർക്കുമായി ഇപ്പോൾ വീതിച്ച് നൽകിയിരിക്കുകയാണ്. ഇതിന്മേലുള്ള മൊഴിയെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വെളിപ്പെടുത്തലുകൾ നടത്തിയ നടിമാരുടെ പരാതികൾ അന്വേഷണ സംഘത്തിന് ഒന്നിന് പിന്നാലെ മറ്റൊന്നായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്മേൽ തുടർ നടപടികളാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗുരുതരമായ കേസെടുത്തിരിക്കുന്നത് നടൻ സിദ്ദിഖിനെതിരെയാണ്. സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു കേസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഗുരുതരമാണ്. സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയെ സമീപിക്കുന്നുള്ള ശ്രമമാണ് ഇപ്പോൾ സിദ്ദിഖ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി നിയമോപദേശം തേടി അഭിഭാഷകരുമായിട്ട് ആശയവിനിമയം നടത്തിയിരിക്കുകയാണ് സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടിയുടെ മൊഴിയാണ് തിരുവനന്തപുരത്ത് അന്വേഷണ സംഘം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പല പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരോപണ വിധേയരായ ആളുകൾക്കൊപ്പം കോൺക്ലേവ് നടത്തുന്നത് ഇരകളെ അപമാനിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാരിന്റെ കോൺക്ലേവിനുള്ള ഒരുക്കങ്ങളെ തള്ളിപ്പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. കോൺക്ലേവുമായി സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് തന്നെയാണ് സിനിമാ നയരൂപീകരണ സമിതിയുടെ രൂപീകരണം, ഇതിലുള്ള ആളുകളെ മാറ്റണം എന്നുള്ള കാര്യവും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമാ രംഗത്ത് നിന്നും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണ വിധേയരായവർക്ക് സിനിമാ നയരൂപീകരണ സമിതിയിൽ ഇടം കൊടുക്കരുത് എന്നുള്ള ആവശ്യമാണ് ശക്തമായി കൊണ്ടിരിക്കുന്നത്. എന്ത് വില കൊടുത്തും UDF കോൺക്ലേവ് തടയുമെന്നും യഥാർത്ഥ കുറ്റവാളികളെ സർക്കാർ മറച്ചുവെക്കുന്നതുകൊണ്ട് നിരപരാധികൾ അപമാനിക്കപ്പെടുന്നുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 5 ചോദ്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയോട്. സതീശന്റെ വാക്കുകളിലേക്ക്. സർക്കാരാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് പ്രതികൂട്ടി നിൽക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ വലിയ ഒളിച്ചുകളിയാണ് നടത്തുന്നത്. എന്തിനാണ് ഈ ഇരകളെയും ഈ ആരോപണ വിധേയരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നത്? അത് ഇരകളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? BJPയുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ്. ആരെ രക്ഷിക്കാനാ? CPMന്റെ MLA രക്ഷിക്കുക. എന്താ കഥ? BJPയുടെ കേന്ദ്രമന്ത്രി എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ തട്ടിമാറ്റിയത്? CPMന്റെ ഒരു MLA സംരക്ഷിക്കാൻ വേണ്ടി. തടയും പിന്നെ UDF ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ. സ്പെസിഫിക് ആയിട്ടുള്ള 5 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് സർക്കാർ മറുപടി പറയണം. ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ല? കുറ്റകൃത്യം നടന്നു എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരായി നടന്നു എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള നിയമപരമായ നടപടികൾ വ്യക്തമാക്കുന്നതാണ് ഈ നിയമങ്ങൾ. അതിന്റെ നഗ്നമായ ലംഘനം എന്തുകൊണ്ട് നടത്തുന്നു? വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറെ പേജുകളും ഖണ്ഡികകളും
ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വെട്ടിമാറ്റിയത്? എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വിരുദ്ധ സർക്കാരായി മാറുന്നത്? സ്ത്രീ വിരുദ്ധ സർക്കാരാണ്, സ്ത്രീ വിരുദ്ധ നിലപാടാണ് ഈ സർക്കാർ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ ഈ നിലപാട് സ്വീകരിക്കും? ഈ 5 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരവും തീരുമാനവും ഉണ്ടായാൽ ഈ വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. മുകേഷ് രാജിവെക്കുന്ന കാര്യത്തിൽ വ്യക്തിപരമായ തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. രാജിവെക്കണം എന്നുള്ള ഒരു നിയമം ഇല്ല, അങ്ങനെ ഒരു കീഴ്വഴക്കവും ഇല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണ വിധേയരായ ഒരു പ്രമാണിയെയും സർക്കാർ സംരക്ഷിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. അല്ല, MLA സ്ഥാനം ഒഴിയണമെന്നൊക്കെ തികച്ചും വ്യക്തിപരമാണ്. നിയമപരമായ അങ്ങനെ ഒരു പ്രശ്നമില്ല. അല്ല, അതാണ് വ്യക്തിപരമാണ്. അല്ല, അത് ധാർമ്മികത വ്യക്തിപരം എന്നുള്ളത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അദ്ദേഹം വ്യക്തിപരമായി എന്താ ചെയ്യേണ്ടത് എന്ന് അതിൽ തീരുമാനിക്കാനുള്ള ഓപ്ഷൻ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പൊതുവെ അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിൽ ഇല്ല എന്ന നിലപാടിനോടൊപ്പമാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. വേട്ടക്കാർ രക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ആ ജാഗ്രതയാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രമാണിയെ രക്ഷിക്കാനുള്ള ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കുകയില്ല. ശിക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നിലപാടുകളുമായി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകും. സിനിമാ ലോകത്തെ അടച്ചാക്ഷേപിച്ച് ആയിരക്കണക്കിന് കലാകാരന്മാരും കലാകാരികളും മറ്റ് ടെക്നീഷ്യന്മാരും പ്രവർത്തിക്കുന്ന ഒരു വലിയ സാമ്പത്തിക വ്യവസായ മേഖലയാണ് സിനിമ. ആ സിനിമയാകെ തകർക്കുന്ന വിധത്തിലുള്ള നിലപാടും സ്വീകരിക്കാൻ പാടില്ല. ഇത് രണ്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും അഭിലാഷമാണ്. ഈ അഭിലാഷങ്ങൾക്കനുസരിച്ചാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. സർക്കാർ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് കണ്ണിൽ പൊടിയിടാനാണെന്നാണ് K. സുരേന്ദ്രന്റെ വാദം. ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പാക്കാതിരിക്കാൻ സർക്കാരിന്റെ ഗൂഢാലോചനയാണ് ഇപ്പോൾ കാണുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാതിരിക്കാനുള്ള ഗൂഢാലോചനയിലാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഗുരുതരമായ വിഷയങ്ങളിൽ നടപടിയെടുക്കാനുള്ള ആർജവം സർക്കാരിനില്ല, ആത്മാർത്ഥത സർക്കാരിനില്ല. അത് സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവനകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഒരു അന്വേഷണ കമ്മിറ്റി എന്നൊക്കെ വെച്ചിട്ട് SIT ഒക്കെ വെച്ചിരിക്കുക. പക്ഷെ അത് പതിവ് പോലെ ഒരു കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിട്ട് മാത്രം മാറുകയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം നടപടിയെടുക്കേണ്ടത് കൊല്ലം MLA മുകേഷിനെതിരെയാണ്. കൊല്ലം MLA മുകേഷിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വളരെ വലിയ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് രാജിവെക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് ഷാജി N. കരുൺ പറഞ്ഞത്. സർക്കാരിന്റെ നിർദ്ദേശത്തിനായി ഇക്കാര്യത്തിൽ കാത്തു നിൽക്കുകയാണെന്നും ഷാജി N. കരുൺ പറഞ്ഞു. അത് മുകേഷ് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. വാസ്തവത്തിൽ പഴയ MLA അല്ലേ, അതെ. MLA എന്ന് പറയുന്നത് നമുക്ക് MLAയുടെ മോറൽ ഒബ്ലിഗേഷൻസ് പലതുമുണ്ട്. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അമ്മ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമിതി അല്ലെങ്കിൽ അവർ ഏറ്റെടുത്ത ജോലി അവർ പൂർണ്ണമായിട്ടും അത് ഭംഗിയായിട്ട് കലാശിച്ചില്ല എന്നുള്ളൊരു തോന്നലില്ല. ഒരു മൊത്തത്തിലൊരു കമ്മിറ്റി ആ സംഘടന രാജിവെക്കുന്നതിൽ അർത്ഥമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മൊത്തം രാജിവെക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ സന്ദർഭം കേരളം തന്നെ ഒരു മാട്രിയാർക്കൽ സൊസൈറ്റിയാണ് അല്ലേ. അപ്പം പണ്ട് മുതലേ സ്വത്തൊക്കെ അവരുടെ വകയാണ്. അപ്പം അവർക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ തീർച്ചയാണ്, സംശയമില്ല, അവരും മൊത്തത്തിൽ മാറി നിന്നൊരു പുതിയ കമ്മിറ്റി വരട്ടെ എന്ന് മോഹൻലാൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ നല്ല മനസ്സ് തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം.
മുകേഷ് MLA സ്ഥാനം ഒഴിയുന്നതാണ് ധാർമ്മികതയെന്ന് നടൻ PP കുഞ്ഞികൃഷ്ണൻ. നിരവധി ആരോപണങ്ങൾ ഉയർന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പദവിയിൽ തുടരാൻ പാടില്ലെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്നും PP കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അമ്മ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ച നടപടി ശരിയല്ലെന്നും എല്ലാ സത്യങ്ങളും വൈകാതെ പുറത്തുവരുമെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അമ്മ സംഘടനയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രാജിവെച്ച വിവരം അറിയാൻ കഴിഞ്ഞു. അതൊരു ശരിയായ തീരുമാനമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. രാജിവെക്കേണ്ട കാര്യമില്ല. മുകേഷ് അതിൽ തുടരുന്നത് വ്യക്തിപരമായ ശരിയാണോ? ശരിയല്ല. തീർച്ചയായിട്ടും അത് സിദ്ദിഖായാലും രഞ്ജിത്ത് സാറായാലും കാണിച്ചൊരു മാതൃകയാണ്. ശരിക്കും പറഞ്ഞത് അത് സമൂഹത്തിന് മുമ്പിൽ കാണിക്കുന്ന ഒരു മാതൃകയല്ലേ, അത് നല്ലതാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം, പക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. നല്ല മാതൃക അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.